ഞങ്ങൾ ഈ ഒരുങ്ങി കിട്ടി എങ്ങോട്ടാന്നല്ലേ? ഞങ്ങൾ വേണ്ട കരിയിലക്കുളങ്ങര ചന്തയിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പില്ല. ഞങ്ങളെല്ലാം റെഡിയായിട്ട് ഇറങ്ങി. കുറച്ച് മീനും കുറച്ച് സാധനമൊക്കെ മേടിക്കണമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കരിയിലക്കുളങ്ങര ചന്തയിലോട്ട് പോകുന്നത്. അച്ഛനും അമ്മയും കൂടെ പോകാനിരുന്നതാണ്. അന്നേരം ഞാനും കുളുവും കൂടെ അവിടെ ഉണ്ടല്ലോ. അന്നേരം ഞങ്ങളും കൂടെ വരുന്നെന്നും പറഞ്ഞ് ഇറങ്ങിയതാ. അങ്ങനെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അച്ഛനാണേ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ ഹൈവേയിൽ ഒതുക്കിയിട്ടിട്ട് വേണ്ട ചന്തയിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുക. അവിടെ ഒരു അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ശ്രീനാരായണാശ്രമം എന്നും പറഞ്ഞ് ഗുരുദേവൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വേണ്ട ചന്തയിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുക. ചന്തയിലാണെങ്കിൽ ഒരുപാട് പച്ചക്കറി കടകളും വേണ്ട മുട്ടയുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. വേണ്ട ചെടിച്ചട്ടികൾ, വേണ്ട ചെരുപ്പ് കച്ചവടം, വേണ്ട കപ്പ, ചക്ക, വേണ്ട മുട്ടക്കച്ചവടം, മാങ്ങ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫിഷ് മാർക്കറ്റിലോട്ട് കയറി. അവിടെ ആണെങ്കിൽ ഒരുപാട് സൈസ് മീനുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. നമുക്കിനി ഫിഷ് മാർക്കറ്റിലെ കുറച്ച് കാഴ്ചകൾ കാണാം. എത്ര അതിലേക്ക് എത്ര? 100 രൂപയോ? చూడారా సీడేరా చక్రవారా మెరా మెరా అల్లా బెరు బాబా മീനെ കണ്ട ചൂരയുടെ സെക്ഷനിലോട്ട് പോയപ്പം ഭയങ്കരം ചൂര ഒരെണ്ണമായിരിക്കുന്നു. അത് ക്യാമറയിൽ ഇത്ര ചെറുതായിട്ടാണ് കാണുന്നത്, പക്ഷേ നേരിട്ട് കാണാൻ ഭയങ്കരമായിരുന്നു. അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന ആ ചേട്ടന് ഓരോ മീനുകളും കട്ട് ചെയ്യുന്നതിൻ്റെ ഒരു രീതി ഞാൻ പിന്നെ ആ പുള്ളിക്കാരൻ അന്നേരം എന്നോട് പറഞ്ഞു വീഡിയോ എടുക്കുവാണോ എടുത്തോളാമെന്ന് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ പുള്ളിക്കാരൻ്റെ എടുത്തിട്ടുണ്ട് കട്ട് ചെയ്യുന്ന. അങ്ങനെ നമ്മൾ ഫിഷൊക്കെ മേടിച്ച് ഫിഷ് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി നേരെ അമ്മ വേണ്ട പച്ചക്കറി കടയിലോട്ട് വന്നു. അവിടെ ആണെങ്കിൽ ഒരുപാട് ഐറ്റംസൊക്കെ ഇരിപ്പുണ്ട്. ഒരുപാട് ആൾക്കാരാണെങ്കിൽ വന്ന് ഒരേനിൻ്റെ വില തീർക്കുകയും മേടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അച്ഛനാണെങ്കിൽ ചക്ക കണ്ടുകൊണ്ട് ചക്കയുടെ വില തിരക്കുക. 1 കിലോയ്ക്ക് 40 രൂപയെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അങ്ങനെ ഞങ്ങളൊരു ചക്കയൊക്കെ മേടിച്ചു. പിന്നെ വേണ്ട കപ്പ, കാച്ചിൽ, ചേമ്പ്, അടയ്ക്ക, കശുവണ്ടി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് പെതുക്കി ഇങ്ങ് തിരിഞ്ഞു. ഇപ്പുറത്തെ സൈഡിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയാനായിട്ട് പോയതാ. അവിടെ ആണെങ്കിൽ കാടമുട്ട, പിന്നെ കോഴിമുട്ടയും താറാമുട്ടയും ഉണ്ടായിരുന്നു. കോഴിമുട്ടയാണെങ്കിൽ ഗിരിരാജൻ കോഴിയുടെ മുട്ടയാണെന്നും പറഞ്ഞ പുള്ളിക്കാരൻ പറയുന്നത്. അത് 2 കരുവുള്ളത് അത്യാവശ്യം വലിയ മുട്ടകളൊക്കെ ആയിരുന്നു. പുള്ളിക്കാരൻ ഒരേന്ന് എടുത്ത് വെച്ച് കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അച്ഛൻ വന്ന് കുറച്ച് കാടമുട്ട മേടിച്ച്. അമ്മയ്ക്ക് പച്ചക്കറി നടാനാണെന്ന് പറഞ്ഞ് അമ്മ കുറച്ച് പ്ലാസ്റ്റിക് ചട്ടിയൊക്കെ മേടിച്ചോണ്ട് അവിടെ നിന്ന് ഇറങ്ങിയത്.
അങ്ങനെ അതൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ പച്ചക്കറി കടയിലോട്ട് വന്ന് ഒരു കിറ്റ് പച്ചക്കറിയൊക്കെ മേടിച്ച്. ഇപ്പോഴത്തേക്ക് ചെറിയ മഴച്ചാറ്റലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പച്ചക്കറിയൊക്കെ മേടിച്ച് നേരെ അവിടുന്ന് കാറിലോട്ട്. പിന്നെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലൊന്ന് കയറി. അവിടെ ആണെങ്കിൽ ഒരുപാട് ചെടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ കയറിയിരുന്നു, അവരുമായിട്ടൊക്കെ സംസാരിച്ചു. അവരെവിടെയോ പോയിട്ട് വന്നതേ ഉള്ളായിരുന്നു. പിന്നെ അവിടുന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് പെതുക്കെ അവിടെ നിന്ന് ഇനി ഇറങ്ങി. ഇതാണ് അമ്മയുടെ അനിയത്തി, ഇത് ചിറ്റയുടെ മോള്.